ഓക്കെ ഗൈസ്, ഈ കാണുന്ന ഒരു കിടില RGB ലൈറ്റ് ആണ്. റൂമിലും കാര്യങ്ങളിലൊക്കെ വെക്കാൻ കഴിയുന്ന ഈ കാണുന്ന ലൈറ്റ് ഞാൻ വേറെ 200 രൂപക്കാണ് വാങ്ങിയത്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ ഒരിക്കൽ അൺബോക്സിങ് ചെയ്തതാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരിക്കലും കൂടി അൺബോക്സിങ് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ്. ബബിൾ റാപ്പിൽ പൊതിഞ്ഞിട്ടാണ് ഈ ലൈറ്റ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന ബോക്സ് ലൈറ്റ് ഇത് ചാർജ് ചെയ്യാനുള്ള A to C ടൈപ്പ് ചാർജിങ് കേബിൾ ഉണ്ട്. ഈ ഒരു കേബിൾ മാത്രമേ നമുക്ക് ഇതിനൂടെ കിട്ടത്തുള്ളൂ. ഇതിനൂടെ ചാർജറൊന്നും കിട്ടത്തില്ല. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന ചാർജറിൽ ഈ കേബിൾ കുത്തിയിട്ട് വേണം ചാർജ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിൽ ഇതിനൊപ്പം കിട്ടുന്നത്. ഇതിൻ്റെ ബോഡി ശരിക്കും ഗ്ലാസ് പോലെ തോന്നുമെങ്കിൽ ഇത് ശരിക്കും പ്ലാസ്റ്റിക്കിൻ്റെതാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ടച്ച് പാഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലൈറ്റ് ഓൺ ഓഫും കളർ മാറ്റുവാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ താഴെയായി കാണുന്ന ഈ C ടൈപ്പ് ചാർജിങ് കണക്ടറിലൂടെയാണ് ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു ബോഡിയിൽ ഇതേപോലെ പ്രത്യേകതരം പാറ്റേൺ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉപയോഗം നിങ്ങൾക്ക് ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് കാണാൻ വേണ്ടി സാധിക്കും. ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ കാണുന്നത് പോലെയാണ് ഈ ഒരു ലൈറ്റിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് തൊട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ കളർ മാറ്റാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായി കളർ മാറ്റുന്ന വിധത്തിലും സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടച്ച് പാഡ് ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ ഈ ഒരു വിലക്ക് ഈ ഒരു ലൈറ്റ് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതേപോലത്തെ അൺബോക്സിങ്ങിന് വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ.